പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷ ഭാഷയിൽ സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അതിന് ഫലമുണ്ടാകുന്നു. നാളേക്ക് മുൻപ് ജപ്തി നടപടികളെല്ലാം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം വരുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യനൊപ്പം ചേരുന്നു. ഡാൻ, പറയൂ. നാളെ വൈകിട്ട് 5 മണിക്കകം, അതായത് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കകം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ അക്രമ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളുടെ പേരിൽ പ്രതികളായ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള കൃത്യമായ നീക്കം, നിർണായകമായ നീക്കം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.ബി. അനുപമ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ നടപടികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇന്നലെ വരെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോഴാണ് അത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ അടക്കം, അതായത് ഏതൊക്കെ വ്യക്തികൾ, കേസിൽ പ്രതികളായ ഏതൊക്കെ വ്യക്തികൾ, അവർ ഏതൊക്കെ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് കീഴിലാണ് വരുന്നത് എന്നതടക്കമുള്ള കൃത്യമായ കണക്കുകൾ അത് ഇന്നലെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ വൈകുന്നേരത്തിനകം നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച അന്തിമമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് നോട്ടീസ് നൽകാൻ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നോട്ടീസ് നൽകാതെ തന്നെ ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൃത്യമായി ജപ്തി ചെയ്ത് ഇത് ലേലത്തിൽ വെക്കണമെന്ന നിർദ്ദേശമാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.ബി. അനുപമയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഡാൻ കുര്യൻ, കോടതി വടിയെടുത്തപ്പോൾ സർക്കാർ നടപടിയെടുക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇനിയും ഒരു മെല്ലെപ്പോക്ക് തുടരാൻ ആവില്ല. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് ഈ നടപടികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായത്. കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ തന്നെ സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ജനുവരി മാസം 1 മാസത്തിനകം, അതായത് ജനുവരി 15-നകം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുമെന്ന തരത്തിലുള്ള വിശദീകരണമായിരുന്നു സർക്കാർ എന്ന അറ്റോർണി ജനറൽ മുഖേന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞയാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിച്ചപ്പോൾ നടപടികൾ വൈകുന്നതായിട്ടുള്ള, അതായത് ഇവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, അത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് കോടതിയെ ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞത്. ഇതോടെയാണ് രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് ഉണ്ടാകേണ്ടി വന്നത്. അതായത് കൃത്യമായി തന്നെ ആ വിമർശനത്തിൽ അവർ ഊന്നി പറഞ്ഞിരുന്ന കാര്യം, നോട്ടീസ് നൽകി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ച് നോട്ടീസ് നൽകാതെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിനുള്ള അവകാശം, നിയമപരമായ അവകാശം അത് സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾക്കൊന്നും കാത്തു നിൽക്കാതെ 23-നകം നടപടികൾ പൂർത്തിയാക്കി 24-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന അന്ത്യശാസനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നടപടികൾക്ക് വേഗം കൂട്ടിക്കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ തന്നെ തിടുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്ത്യശാസനം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ NIA മുൻ SP T.K. രാജ്മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ T.K. രാജ്മോഹൻ, നാളെ നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ജപ്തി നോട്ടീസ് നൽകേണ്ടതില്ല, നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപ് റിപ്പോർട്ട് നൽകുക എന്നാണ്. ഈ കോടതി ഇടപെടേണ്ടി വന്നു അല്ലേ ഒരു നടപടിയിലേക്ക് പോകാൻ? അല്ല, എന്നാലും പിന്നെ നമ്മളതിന്റെ വേറെ തരത്തിൽ പോസിറ്റീവായി കാണാം. ഗവൺമെന്റ് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്തു. അപ്പൊ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നോട്ടീസ് കൊടുക്കാതെ, അതായത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ മറികടന്നുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കൊടുക്കേണ്ടത്. കാരണം കോടതിയും ഈ ഇതിൽ വളരെ സീരിയസ് ആയി കാണുകയാണ്. അപ്പം കോടതിയുടെ കോടതിയുടെ സീരിയസ്നെസ് ഗവൺമെന്റ് ഉൾക്കൊണ്ട കാര്യം വളരെ സന്തോഷകരമാണ്, വളരെ നല്ലതാണത്. അപ്പൊ ഗവൺമെന്റ് അതേ സ്പിരിറ്റ് പുലർത്തി. കാരണം ഇതൊരു വെരി സീരിയസ് ഒഫൻസ് ആണ്. കാരണം ഗവൺമെന്റ് ഈ നമ്മുടെ ദേശദ്രോഹം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ ഒരു ഫ്ലാഷ് സ്ട്രൈക്ക് അല്ലെ ഫ്ലാഷ് ആയിട്ടൊരു പെട്ടെന്നുള്ള ഒരു ഹർത്താൽ നടത്തിയിരിക്കുകയാണ്. ആ ഹർത്താലിൽ തന്നെ ഒരുപാട് പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവം കോടതി കണ്ട സീരിയസ്നെസ് തന്നെ ഇപ്പോഴും ഗവൺമെന്റും കണ്ടെന്നുള്ള കാര്യം വളരെ നല്ല കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കോടതിയുടെ ഈ അൾട്ടിമേറ്റം ഗവൺമെന്റ് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് തോന്നുന്നത്.
ഹലോ, ശ്രീ ടി കെ രാജ്മോഹൻ, അതായത് ഈ ജപ്തിക്ക് ശേഷം വസ്തുക്കൾ ലേലം ചെയ്യണം എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്. ഇപ്പോൾ അവ്യക്തത ഒന്നുമില്ല. അപ്പോൾ സർക്കാർ ഉണ്ടാക്കിയെടുത്ത അവ്യക്തത തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്, അല്ലേ? അല്ല, അങ്ങനെയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു ശരിയായ ഒരു മെല്ലെപ്പോക്ക് നയമുണ്ടായി ഒന്നും സംശയിക്കുന്നു. കാരണം വെച്ചാൽ ഗവൺമെന്റിന് ഇപ്പം ഒരു ഗവൺമെന്റ് നിലയിൽ പല കാര്യങ്ങളും ഗവൺമെന്റ് എക്സിക്യൂട്ട് മുന്നോട്ട് കൊണ്ടുവരുമായിരിക്കാം. പക്ഷെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായ ഒരു മെല്ലെപ്പോക്കിനെ അത് ഹൈക്കോടതി വളരെ സീരിയസ് ആയി കണ്ടു എന്ന് മാത്രമല്ല, അതിന്റെ നമ്മൾ നടപടി എടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഹോം സെക്രട്ടറി അവരെ വിളിച്ചു വരുത്തി. ഹോം സെക്രട്ടറി മാപ്പ് പറഞ്ഞൊരു സംഭവം. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ക്ഷീണമാണ്. കാരണം ജുഡീഷ്യറിയുടെ എല്ലാ ഉത്തരവും നടപ്പാക്കാൻ എക്സിക്യൂട്ടീവ് ബാധ്യസ്ഥരാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് പ്രോപ്പറായിട്ട് ജുഡീഷ്യറിയെ ബാക്കപ്പ്, അതായത് ജുഡീഷ്യറിയെ പോക്കപ്പ് ശരിക്കും അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അത് ഉണ്ടായാൽ തന്നെ വളരെ മോശമാണ് ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഹൈക്കോടതിയുടെ ആ ട്രൂ സ്പിരിറ്റ് ഇപ്പം ഗവൺമെന്റ് ഉൾക്കൊണ്ടിട്ട് അത് മെല്ലെപ്പോക്ക് നയം എന്നുള്ളത് ഇപ്പം മാറ്റിവെച്ചിട്ട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലാണ് ഇപ്പം നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായി പാലിക്കാൻ സർക്കാർ തയ്യാറായി എന്നാണ് നമുക്ക് കരുതേണ്ടത്. നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഈ ജപ്തിക്ക് ശേഷം എന്തെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ടോ വ്യക്തമായി? കൃഷ്ണരാജ്, അത് സംബന്ധിച്ച കൃത്യമായ പരാമർശം തന്നെയാണ് ഈ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഈ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വാഹനം, വീട്, മറ്റ് സ്ഥാപനങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ഏത് സ്ഥാവര ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർ ആയി പ്രവർത്തിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആ ആളുകളാണ് ഈ 3785 പ്രവർത്തകർ. അവർക്കെതിരെയാണ് 14 ജില്ലകളിലായി കേസുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ഏത് സ്വത്ത് വിവരങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടുന്നതിനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കുണ്ട്. അത് കർശനമായി വിനിയോഗിച്ചുകൊണ്ട് ഇവരുടെ സാമ്പത്തികമായ സ്രോതസ്സിനെ കൃത്യമായി മരവിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൃത്യമായ നടപടിയുമായി സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഡാൻ കുര്യൻ, അതായത് വൈകിയതല്ല, വൈകിപ്പിച്ചതാണ്. നമുക്ക് അങ്ങ് പറയാൻ മേല. കാരണം ഇത് എടുത്തു പറയുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ ചില രാഷ്ട്രീയമായ വെല്ലുവിളികൾ കൂടി നേരിട്ടിരുന്നു. കാരണം ന്യൂനപക്ഷ വേട്ടയാടൽ നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അജണ്ടകൾക്ക് സംസ്ഥാന സർക്കാരും കൂട്ടുനിൽക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ മുന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആദ്യഘട്ടത്തിൽ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുടെ ആക്കം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിലവിൽ സർക്കാരിനെ സംബന്ധിച്ച് അവരൊരു സേഫ് സോണിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ ഒരു വിമർശനം തങ്ങൾക്ക് പലപ്പോഴായി കേൾക്കേണ്ടി വന്നു. ഇനിയും നടപടി എടുക്കാതെ മുമ്പോട്ട് പോകാനാവാത്ത ഒരു സ്ഥിതിയിലാണ്. അതായത് ഒഴിവാക്കാനാവാത്ത അനിവാര്യമായ ഒരു നടപടി, അത് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് തങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന ഒരു പ്രതിരോധം തീർക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കൃത്യമായ ഒരു അവബോധത്തോടെ തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. കൃഷ്ണരാജ്, ശരി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നാളെ വൈകുന്നേരത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡാൻ കുര്യൻ.